സംസ്ഥാനത്ത് കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെ 6 ദിവസം പിന്നിട്ടിട്ടും കണ്ടെത്താനായില്ല. വിഴിഞ്ഞത്തുനിന്നും കാണാതായ ജോൺ, മുതലപ്പുഴയിൽ നിന്നും കാണാതായ ഷിജിൻ, കൊല്ലം നീണ്ടകരയിൽ നിന്നും കാണാതായ ഗൗതം കൃഷ്ണ എന്നിവർക്കായുള്ള തിരച്ചിൽ ഊർജിതമല്ല എന്ന ഗുരുതര ആരോപണവുമായി കുടുംബങ്ങൾ രംഗത്തെത്തി. സർക്കാരിനും ഫിഷറീസ് വകുപ്പിനുമെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ശേഷം കാണാതായ ജോണിനായുള്ള തിരച്ചിൽ 7ാം ദിവസവും തുടരുകയാണ്. എന്നാൽ തിരച്ചിൽ പേരിന് മാത്രമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വെള്ളത്തിലാണോ കരയിലാണോ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം പോലും നമ്മുടെ കയ്യിലില്ലേ? അങ്ങനെയുള്ള ഒരു കാലഘട്ടത്താണോ നമ്മൾ ജീവിക്കുന്നത്? മുതലപ്പുഴയിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിയെയും കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ തൊഴിലാളിയെയും കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ്. 6 ദിവസം പിന്നിട്ടിട്ടും 3 പേരെയും കണ്ടെത്താൻ കഴിയാത്തതിൽ കുടുംബങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെയും ജോണിന്റെ കുടുംബം രംഗത്തെത്തി. കടൽ തീരത്ത് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അധിക്ഷേപിക്കുന്നതാണെന്നും അതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ജോണിന്റെ മകൾ ജിജി ആവശ്യപ്പെട്ടു. കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങൾ അതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഫിഷറീസ് വകുപ്പ് ഉൾപ്പെടെ വലിയ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കണമെന്നുമുള്ള ആവശ്യമാണ് 3 കുടുംബങ്ങളും മത്സ്യത്തൊഴിലാളി സംഘടനകളും ഉന്നയിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.